ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തീം 5 ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ. 1 മുതൽ 4 വരെയുള്ള തീമിൻ്റെ വീഡിയോകൾ, അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കേട്ടു പഠിക്കാം. തീം 5 ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ. നമുക്ക് പരിശോധിക്കാം. The account of the foreign travelers are helpful to reconstructing the history of India. Their accounts deals with affairs of the court, religious issue, architectural features and monuments. ഇന്ത്യയുടെ ചരിത്രം പുനർനിർമ്മിക്കാൻ സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ സഹായകരമാണ്. അവരുടെ വിവരണങ്ങളിൽ രാജധാനിയുടെ പ്രവർത്തനങ്ങൾ, മതപരമായ കാര്യങ്ങൾ, വാസ്തുവിദ്യ, സ്മാരകങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. Al-Biruni. Al-Biruni was born in 973 in Khwarizm, now in Uzbekistan. He was a learned man. He was expert in several languages such as Syriac, Arabic, Persian, Hebrew and Sanskrit. അൽബറൂണി ഉസ്ബെക്കിസ്ഥാനിലെ ഖ്വാറിസം എന്ന സ്ഥലത്ത് 973 ജനിച്ചത്. പണ്ഡിതനായ അദ്ദേഹത്തിന് ധാരാളം ഭാഷകൾ അറിയാമായിരുന്നു. സിറിയക്ക്, പേർഷ്യൻ, ഹീബ്രു, അറബിക്ക്, സംസ്കൃതം എന്നീ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മുഹമ്മദ് ഗസ്നി invaded Khwarizm in 1017 and brought Al-Bruni with him to Ghazni, now in Afghanistan. When the Punjab became part of Ghaznavid Empire, Al-Bruni travelled in the Punjab and part of North India. 1017 ഗസ്നിയിലെ മുഹമ്മദ് ഖ്വാറിസം പിടിച്ചെടുത്തു. അൽബ്രൂണിയെ ഗസ്നിയിലേക്ക് കൊണ്ടുവന്നു. പഞ്ചാബ് ഗസ്നി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായപ്പോൾ അൽ-ബിറൂനി പഞ്ചാബിലും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. കിതാബ് ഉൽ-ഹിന്ദ്. The accounts of Al-Biruni came to be called Kitab al-Hind. It was written in Arabic language. It has 80 chapters. It deals with various subjects such as religion and philosophy, festival, astronomy, alchemy, manners and customs, social life, weights and measures, iconography, laws and metrology. Al-Biruni has adopted a mathematical approach. He began each chapter with a question, followed up with description and comparison of cultures. കിതാബുൽ ഹിന്ദ്. അൽബ്രൂണിയുടെ യാത്രാ വിവരണത്തെ കിതാബുൽ ഹിന്ദ് എന്ന് അറിയപ്പെടുന്നു. അറബി ഭാഷയിലാണ് എഴുതിയത്. 80 അധ്യായങ്ങളുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മതവും തത്വചിന്തയും, ആഘോഷങ്ങൾ, ജ്യോതിശാസ്ത്രം, രസായനവിദ്യ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അളവ് തൂക്കങ്ങൾ, വിഗ്രഹ പഠനം, നിയമം, മാപനശാസ്ത്രം എന്നിവ വിവരിക്കുന്നുണ്ട്. ഗണിതശാസ്ത്ര സമീപനമാണ് സ്വീകരിച്ചത്. ഓരോ അധ്യായവും ആരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. തുടർന്ന് വിവരണം, അതിനുശേഷം മറ്റ് സംസ്കാരങ്ങളുമായി താരതമ്യം ചെയ്തു. ഈ രീതിയിലായിരുന്നു പുസ്തക രചന. The barriers that Al-Bruni observed in understanding Indian society. Al-Biruni had faced some barriers in understanding the Indian society. First barrier was language. Sanskrit language was different from Arabic and Persian. The difference in religious beliefs and practices, self-absorption and consequent insularity of the local people. ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ അൽബറൂണി നേരിട്ട തടസ്സങ്ങൾ. 1. ഭാഷ. സംസ്കൃത ഭാഷ അറബി, പേർഷ്യൻ ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മതവിശ്വാസത്തിലും ആചാരങ്ങളിലുമുള്ള വ്യത്യാസം.
വിദേശികളുമായി സംസാരിക്കാൻ ഇന്ത്യക്കാർക്കുള്ള വൈമുഖ്യവും ഒഴിഞ്ഞുമാറലും മറ്റൊരു തടസ്സമായിരുന്നു. Al-Bruni's description of the caste system. Al-Bruni tried to explain the caste system that was existed in India. He explaining caste system by comparing it with the other societies. അൽ-ബ്രൂണിയുടെ ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള വിവരണം. അൽ-ബ്രൂണി ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മറ്റ് സമൂഹങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. He noted that 4 categories existed in ancient Persia. First, knights and princes. Second, monks, fire priests and lawyers. Third, physicians, astronomers and other scientists. Fourth, peasants. Al-Bruni suggested that social divisions were not unique to India. He pointed out social divisions did not exist in Islam. പുരാതന പേർഷ്യയിൽ 4 സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു. രാജാക്കന്മാരും നൈറ്റുകളും, സന്യാസികൾ, പുരോഹിതന്മാർ, നിയമവിദഗ്ധർ, വൈദ്യന്മാർ, ജ്യോതിശാസ്ത്രജ്ഞർ, മറ്റ് ശാസ്ത്രജ്ഞന്മാർ, കർഷകർ എന്നിങ്ങനെയായിരുന്നു 4 വിഭാഗങ്ങൾ. സാമൂഹ്യ വിഭാഗങ്ങൾ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയിൽ സാമൂഹ്യ വിഭജനം നിലനിൽക്കുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. He described about 4 varnas such as Brahmins, Kshatriya, Vaishya and Shudra. But he did not accept the concept of pollution. He said that everything which became impure attempts and succeeds regaining its original purity. Al-Biruni believed that the notion of the pollution was against the laws of nature. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നാൽ അശുദ്ധി എന്ന സങ്കല്പത്തെ അംഗീകരിച്ചില്ല. കാരണം അദ്ദേഹം പറയുന്നത് എല്ലാറ്റിനും ശുദ്ധത നഷ്ടപ്പെടും, എന്നാൽ അതിൻ്റെ യഥാർത്ഥ ശുദ്ധത വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യുമെന്നാണ്. അശുദ്ധി എന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായാണ് അദ്ദേഹം കരുതുന്നത്. Al-Bruni's description of the caste was deeply influenced by his study of his Sanskrit text. These texts lay down the rules governing the system from the point of view of the Brahmins. അൽബ്രൂണിയുടെ ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ സംസ്കൃത കൃതികളുടെ പഠനത്തിൻ്റെ സ്വാധീനം കാണാം. ഈ കൃതികളെല്ലാം രചിച്ചത് ബ്രാഹ്മണരുടെ കാഴ്ചപ്പാടിലാണ്. Ibn-Battuta, an early globe trotter. ഇബ്ൻ-ബത്തൂത്ത ഒരു ആദ്യകാല ആഗോള സഞ്ചാരി. Ibn-Battuta was an African traveler. He came from Morocco. He was born in Tangier. He was a scholar and loved traveling. He had made pilgrimage to Mecca. He traveled in Syria, Iraq, Persia, Yemen, Oman, etc. ഇബൻ ബത്തൂത്ത ഒരു ആഫ്രിക്കൻ സഞ്ചാരി ആയിരുന്നു. മൊറോക്കയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. ടാൻജിയർ ആയിരുന്നു ജന്മദേശം. അദ്ദേഹം പണ്ഡിതനും സഞ്ചാര താൽപ്പര്യനുമായിരുന്നു. അദ്ദേഹം മെക്കയിലേക്ക് തീർത്ഥാടനം നടത്തി. സിറിയ, ഇറാഖ്, പേർഷ്യ, യമൻ, ഒമാൻ മുതലായ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ഇബൻ ബത്തൂത്താസ് വിസിറ്റ് ടു ഇന്ത്യ. ഇബൻ ബത്തൂത്തയുടെ ഇന്ത്യ സന്ദർശനം. He started his visit to India in 1332-33. He managed to meet Sultan of Delhi, Muhammad bin Tughlaq. The Sultan was impressed by his scholarship. Ibn Battuta appointed as Ghazi or judge of Delhi. He remained as judge for many years. Sultan appointed him as his ambassador to China.
During his journey to China, he also visited to Malabar coast. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ ആരംഭിച്ചത് 1332-33 കാലത്താണ്. ഡൽഹിയിലെ സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ഇബൻ ബത്തൂത്തയുടെ പാണ്ഡിത്യത്തിൽ താൽപ്പര്യം തോന്നിയ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തെ ഡൽഹിയിലെ ഖാസിയായി നിയമിച്ചു. കുറേ വർഷം അദ്ദേഹം ഈ പദവിയിൽ തുടർന്നു. അതിനുശേഷം അദ്ദേഹത്തെ ചൈനയിലെ അംബാസഡറായി നിയമിച്ചു. ചൈനയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം മലബാർ തീരം സന്ദർശിച്ചു. റിഹല. Ibn-Battuta's book of travels called Rihala. It was written in Arabic. Ibn Jusay, a famous scholar, poet and historian, has deputed to write what Ibn Battuta had dictated to him. It provides the social and cultural life in the subcontinent in the 14th century. ഇബൻ ബത്തൂത്തയുടെ യാത്രാ വിവരണത്തെ റിഹല എന്നറിയപ്പെടുന്നു. അറബി ഭാഷയിലാണ് എഴുതിയത്. പ്രമുഖ പണ്ഡിതനും കവിയുമായ ഇബൻ ജുസായ് ആണ് ഇത് എഴുതിയത്. ഇബൻ ബത്തൂത്ത വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്രാ വിവരണം തയ്യാറാക്കിയത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 14-ാം നൂറ്റാണ്ടിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു യാത്രാ വിവരണമാണ് റിഹല. ദ കോക്കനട്ട് ആൻഡ് പാൻ, വെറ്റിലയും നാളികേരവും. In the 14th century, India was a part of global network. Ibn Battuta traveled widely through this land. He shared lot of ideas, information and stories. If there was anything unfamiliar, he highlighted in these stories. This was done to impress the listeners or the readers. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ആഗോള വ്യാപാര ശൃംഖലയുടെ ഭാഗമായിരുന്നു. ഇബൻ ബത്തൂത്ത ഈ നാടുകളിലൂടെ ധാരാളം സഞ്ചരിച്ചു. അദ്ദേഹം ധാരാളം ആശയങ്ങളും വിവരങ്ങളും കഥകളും പങ്കുവച്ചു. അപരിചിതമായ ഏതു വസ്തു കണ്ടാലും തൻ്റെ കഥയിൽ കാട്ടിയിരുന്നു അദ്ദേഹം. വായനക്കാരിൽ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. The two kinds of plant produce that Ibn Battuta mentioned were the palm and the coconut. He describes the coconut as resembling a man's head because in it look like two eyes and a mouth inside like the brain. Outside it are the fibers that look like hair. He describes about palm that the petals has no fruit and it is grown only for the sake of its leaves. നാളികേരത്തെക്കുറിച്ചും വെറ്റിലയെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നാളികേരം മനുഷ്യൻ്റെ തല പോലെയാണെന്ന്, 2 കണ്ണുകളും വായും കൂടാതെ അകത്ത് തലച്ചോറ് പോലുള്ള വസ്തുവുമാണ്. ഇതിൻ്റെ പുറത്ത് തലമുടി പോലുള്ള നാരുമുണ്ട്. വെറ്റിലയെക്കുറിച്ച് വിവരിക്കുന്നത് ഇതിന് ഫലമുണ്ടായിരുന്നില്ല, ഇലകൾക്ക് വേണ്ടി മാത്രമാണ് വളർത്തിയിരുന്നത് എന്നാണ്. ഇബൻ ബത്തൂത്ത ആൻഡ് ഇന്ത്യൻ സിറ്റീസ്. ഇബൻ ബത്തൂത്തയും ഇന്ത്യൻ നഗരങ്ങളും. Ibn Battuta found cities had opportunities for those who had ambition, resources and skills. The cities were densely populated and prosperous. His account said that streets in many cities were crowded and bright and colorful. Markets were full of many varieties of goods. സമ്പത്തും ആഗ്രഹവും വൈദഗ്ധ്യമുള്ളവർക്ക് നഗരങ്ങളിൽ ധാരാളം അവസരങ്ങളുള്ളതായി ഇബൻ ബത്തൂത്ത കാണുന്നു. നഗരങ്ങൾ ഐശ്വര്യപൂർണവും ജനസാന്ദ്രവുമായിരുന്നു. നഗരങ്ങളിലെ തെരുവുകൾ തിരക്കേറിയതും വർണ്ണാഭവും പ്രകാശപൂരിതവുമായിരുന്നു. മാർക്കറ്റുകൾ പല വ്യത്യസ്ത വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു. He described Delhi as a vast city in India. Bazaars were not only places of economic transaction but also the hub of social and cultural activities. Many bazaars had mosque and temple. Many of them had spaces for public performances by dancers and singers.
Ibn-Battuta noted that the cities obtained its wealth from villages. He says that there was great demand for Indian textiles like cotton, cloth, fine muslin, silk, barcode, and satin. ഡൽഹി ഇന്ത്യയിലെ ഒരു വൻ നഗരമായിരുന്നു. നഗരത്തിലെ കച്ചവട കേന്ദ്രങ്ങൾ സാമ്പത്തിക ഇടപാടിന് മാത്രമുള്ള സ്ഥലമായിരുന്നില്ല, സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു. കച്ചവട കേന്ദ്രങ്ങളിൽ മുസ്ലിം പള്ളികളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. നർത്തകർക്കും ഗായകർക്കും പരിപാടി അവതരിപ്പിക്കാൻ പ്രത്യേക പൊതുസ്ഥലം ഉണ്ടായിരുന്നു. നഗരത്തിൻ്റെ സാമ്പത്തിക ഉറവിടം ഗ്രാമങ്ങളായിരുന്നു. ഇന്ത്യൻ തുണിത്തരങ്ങളായ പരുത്തി തുണികൾ, മസ്ലിൻ, പട്ടുകൾ, ചിത്രപട്ടാമ്പരം, മിനുസപ്പട്ട് എന്നിവയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. എ യുണീക്ക് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു അതുല്യമായ വാർത്താവിനിമയ സമ്പ്രദായം. Ibn-Battuta was amazed by efficiency of the postal system. It helped the merchants to send information across long distances. The postal system was two kinds. One was called uluk. Uluk means horse post. Another was dawa. Dawa means food post. പോസ്റ്റൽ സമ്പ്രദായത്തിൻ്റെ കാര്യക്ഷമത ഇബൻ ബത്തൂത്തയെ വിസ്മയിപ്പിച്ചിരുന്നു. കച്ചവടക്കാർക്ക് വിവരങ്ങൾ ദൂരത്തേക്ക് കൈമാറാൻ ഇത് സഹായകരമായി. 2 തരത്തിലുള്ള തപാൽ സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് ഉലക്ക്. ഉലക്ക് മീൻസ് ഉലക്ക് എന്നാൽ അശ്വതപാൽ, കുതിരകളെ ഉപയോഗിച്ച് തപാൽ കൊണ്ടുപോയിരുന്നത്. 2 ദാവ, കാലാൽ തപാൽ, കാൽനടയായി തപാലുകൾ കൊണ്ടുപോകുന്ന ഒരു രീതിയാണിത്. ഫ്രാങ്കോയിസ് ബെർണിയർ. Francois Bernier was a French. He was a doctor by profession. He was a political philosopher and historian. He came to Mughal Empire in search of opportunities. He lived in India for 12 years, from 1656 to 1668. He was a physician to Prince Dara Shikoh, the eldest son of Emperor Shah Jahan. ബെർണിയർ ഫ്രഞ്ചുകാരനായ ഡോക്ടറാണ്. രാഷ്ട്രീയ തത്വചിന്തകനും ചരിത്രകാരനുമായിരുന്നു. അവസരം തേടിയാണ് മുഗൾ സാമ്രാജ്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹം 12 വർഷം മുഗൾ സാമ്രാജ്യത്തിൽ താമസിച്ചു. ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്രപുത്രനായ ദാരാ ഷുക്കോവിൻ്റെ ഡോക്ടറായിരുന്നു അദ്ദേഹം. Bernier traveled to different parts of the country. He wrote accounts based on his own observation. He compared the social condition in India with the situation in Europe. He dedicated his work to Louis XIV, the King of France. His works, Travels in the Mughal Empire, published in French. It translated into English, Dutch, German, and Italian. ബെർണിയർ രാജ്യത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രാവിവരണം എഴുതി. ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യം യൂറോപ്പിൻ്റെ സാമൂഹ്യ സാഹചര്യവുമായി താരതമ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണമാണ് മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ. ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയത്. ഇംഗ്ലീഷ്, ഡച്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ, മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ. ഹിസ് വർക്ക്സ് എൻടൈറ്റിൽഡ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ. ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഒബ്സർവേഷൻ ആൻഡ് ക്രിട്ടിക്കൽ ഇൻസൈറ്റ്. He constantly compared Mughal India with contemporary Europe. He emphasized the superiority of the European society. മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ എന്ന യാത്രാ വിവരണത്തിൽ വിശദമായ നിരീക്ഷണങ്ങൾ, വിമർശനാത്മകമായ ഉൾക്കാഴ്ചകൾ എന്നിവ കാണാൻ കഴിയും. മുഗൾ ഇന്ത്യയെയും യൂറോപ്പിനെയും നിരന്തരം താരതമ്യം ചെയ്യുന്നു. യൂറോപ്യൻ സമൂഹത്തിൻ്റെ മേധാവിത്വത്തിന് ഊന്നൽ നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ദ ക്വസ്റ്റ്യൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ്, ഭൂ ഉടമസ്ഥതയുടെ പ്രശ്നം.
According to Bernier, one of the fundamental differences between Mughal India and Europe was lack of private property in the Indian society. He had firm belief in the virtues of private property. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മുഗൾ ഇന്ത്യയും യൂറോപ്പുമായുള്ള അടിസ്ഥാന വ്യത്യാസം ഇന്ത്യൻ സമൂഹത്തിൽ സ്വകാര്യ സ്വത്ത് ഇല്ലാത്തതാണ്. ബർണിയർക്ക് സ്വകാര്യ സ്വത്തിൻ്റെ ഗുണങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. Crown ownership of land was harmful for both state and its people. He thought that the Mughal emperor owned all land and distributed it among the nobles. Bernier argued that due to the crown ownership of the land, landholders could not transfer his land to his children. So they were not initiated to make to any long-term investment in land. മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം രാജാവിനാകുന്നത് രാഷ്ട്രത്തിനും അതിലെ ജനങ്ങൾക്കും ദോഷകരമാണ്. അദ്ദേഹം കരുതിയത് മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥ അവകാശം ചക്രവർത്തിക്കാണെന്നും അത് പ്രഭുക്കന്മാർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു എന്നും ആണ്. ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥത ചക്രവർത്തിക്കായതുകൊണ്ട് ഉടമസ്ഥർക്ക് അവരുടെ ഭൂമി മക്കൾക്ക് കൈമാറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് ഭൂമിയിൽ മുതൽ മുടക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. The absence of private property prevented the emergence of the class of improving landlords. It had ruined the agriculture and oppressed the peasants. The living standards of all sections in the society declined except the ruling aristocracy. സ്വകാര്യ ഭൂസ്വത്ത് ഇല്ലാത്തതുകൊണ്ട് ഭൂമിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭൂവുടമ വർഗത്തിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി. ഇത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കും കർഷകരുടെ അടിച്ചമർത്തലിനും കാരണമായി. ഭരണവർഗം ഒഴികെ സമൂഹത്തിൻ്റെ മറ്റെല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരം തകർന്നു. ബർണീസ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ സോഷ്യൽ കണ്ടീഷൻ, സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള ബർണിയറുടെ വിവരണം. Indian society was consisting very rich and powerful ruling class. There was a wide gap between the poorest of poor and the richest of the rich. He says there is no middle class, there is no middle state in India. ഇന്ത്യൻ സമൂഹത്തിൽ അതിസമ്പന്ന വിഭാഗവും ശക്തരായ ഭരണവർഗവും ഉണ്ടായിരുന്നു. സമ്പന്നർക്കും ദരിദ്രർക്കും ഇടയിൽ വലിയ വിടവുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് സമ്പന്നർക്കും ദരിദ്രർക്കും ഇടയിൽ ഒരു മധ്യവർഗം ഉണ്ടായിരുന്നില്ല എന്നാണ്. ബർണിയേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ മുഗൾ എംപറർ ആൻഡ് ഹിസ് സബ്ജക്ട്സ്, മുഗൾ ചക്രവർത്തിയും പ്രജകളും. The Mughal emperor was the king of beggars and barbarians. Mughal cities and towns were ruined and polluted with ill air. Its field overspread with bushes and full of pestilential marshes. He attributed all these problems due to the crown ownership of land. മുഗൾ ചക്രവർത്തി ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവ് എന്നാണ് ബർണിയർ പറയുന്നത്. മുഗൾ പട്ടണങ്ങളും നഗരങ്ങളും തകർന്നടിഞ്ഞതും ദുഷിച്ച വായുവിനാൽ മലിനവും ആയിരുന്നു. അതിൻ്റെ പാടങ്ങൾ കുറ്റിക്കാടുകൾ നിറഞ്ഞതും രോഗജന്യമായ ചതുപ്പുകൾ നിറഞ്ഞതുമായിരുന്നു. ഇതിനെല്ലാം കാരണം രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയായതും കൊണ്ടാണ്. ദ ഐഡിയ ഓഫ് ഓറിയൻ്റൽ ഡെസ്പോട്ടിസം, പൗരസ്ത്യ സ്വേച്ഛാധിപത്യം. Bernier's description of land ownership influenced Western theorists. The French philosopher Montesquieu used Bernier's account and developed the idea of Oriental despotism. According to this idea, in Asia, the king enjoyed absolute authority over his subjects and owned all lands. There was no private property. All people except king and nobles struggle for survival. ഭൂ ഉടമസ്ഥ അവകാശത്തെക്കുറിച്ചുള്ള ബർണിയറിൻ്റെ വിവരണങ്ങൾ പാശ്ചാത്യ പണ്ഡിതരെ സ്വാധീനിച്ചു. ഫ്രഞ്ച് തത്വചിന്തകനായ മൊണ്ടേസ്ക്യൂ
ബർണിയറുടെ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിച്ചു. ഈ ആശയപ്രകാരം ഭരണാധികാരികൾക്ക് പ്രജകളുടെ മുകളിൽ സമ്പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നുവെന്ന് വാദിക്കുന്നു. ഭൂമി മുഴുവൻ രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. രാജാവും പ്രഭുക്കന്മാരും ഒഴികെ ബാക്കി എല്ലാവരും നിലനിൽപ്പിനു വേണ്ടി പോരാടുകയായിരുന്നു. ദ കൺസെപ്റ്റ് ഓഫ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏഷ്യാറ്റിക് ഉൽപാദന രീതി. കാൾ മാർക്സ് further developed the idea of Oriental despotism as Asiatic mode of production. He observes that before colonization, surplus production was appropriated by the state. This led to the emergence of a society that was composed of a large number of autonomous and egalitarian village community. The imperial court respected these villages as long as flow of surplus was continued. Marx regarded this as a stagnant system. പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയത്തിൽ നിന്ന് കാർൾ മാർക്സ് വികസിപ്പിച്ചെടുത്ത ആശയമാണ് ഏഷ്യാറ്റിക് ഉൽപാദന രീതി. കോളനിവൽക്കരണത്തിന് മുമ്പ് മികച്ച ഉൽപാദനം സ്റ്റേറ്റ് കൈവശപ്പെടുത്തിയിരുന്നുവെന്ന് മാർക്സ് വാദിച്ചു. ഇത് സ്വയംഭരണാധികാരവും തുല്യതയുമുള്ള ഒരു ഗ്രാമ സമുദായത്തിൻ്റെ ഉദയത്തിന് കാരണമായി. എന്നാൽ ഈ ഗ്രാമത്തിൽ നിന്നും മിച്ച ഉൽപാദനം ലഭിക്കുന്ന കാലത്തോളം മാത്രമേ രാജാവ് അവരുടെ സ്വയംഭരണത്തെ മാനിച്ചിരുന്നുള്ളൂ. ഇതിനെ നിശ്ചല വ്യവസ്ഥയായിട്ടാണ് കാൾ മാർക്സ് പരിഗണിച്ചിരുന്നത്. എ മോർ കോംപ്ലക്സ് സോഷ്യൽ റിയാലിറ്റി, ഒരു അതിസങ്കീർണമായ സാമൂഹ്യ യാഥാർത്ഥ്യം. ബെർണിയേഴ്സ് ഡിസ്ക്രിപ്ഷൻ occasionally mentioned the complex social reality. Artisans had no incentive to improve the quality of their manufactures because their profit was appropriated by the state. Manufactures were everywhere declined. ബർണിയറുടെ വിവരണങ്ങളിൽ സങ്കീർണമായ സാമൂഹ്യ യാഥാർത്ഥ്യം കടന്നു വരുന്നുണ്ട്. കൈത്തൊഴിലുകാരുടെ ലാഭമെല്ലാം സ്റ്റേറ്റ് കൈവശപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. നിർമ്മാണ മേഖല തകർച്ചയിലായിരുന്നു. At the same time, he agreed that vast quantities of the world's precious metal flowed into India. Manufactures were exported in exchange for gold and silver. He also noticed the existence of a prosperous merchant community. അതേസമയം ലോകത്തെ അമൂല്യമായ ലോകങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകുകയായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. സമ്പന്നരായ വ്യാപാര സമുദായത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. മുഗൾ സിറ്റീസ്. During the 17th century, 50% of the people lived in towns. Bernier describes Mughal cities as camp town. These were dependent upon imperial patronage. 17ാം നൂറ്റാണ്ടിൽ 15% ജനങ്ങളായിരുന്നു പട്ടണങ്ങളിൽ താമസിച്ചിരുന്നത്. മുഗൾ നഗരങ്ങൾ ക്യാമ്പ് നഗരങ്ങളാണെന്ന് ബെർണിയർ പറയുന്നത്. ആ നഗരങ്ങൾ നിലനിന്നിരുന്നത് രാജകീയ സംരക്ഷണത്തിലായിരുന്നു. There were all kinds of towns: manufacturing towns, trading towns, port towns, sacred centers, pilgrimage towns. The existence of town indicates that the prosperity of merchant community. They were organized into their own caste cum occupational groups. In Western India, these groups were called Mahajans. Their chiefs were called Seth. എല്ലാ തരത്തിലുള്ള നഗരങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഉൽപാദന നഗരങ്ങൾ, വ്യാപാര നഗരങ്ങൾ, പരിശുദ്ധ നഗരങ്ങൾ, തീർത്ഥാടന നഗരങ്ങൾ. സമ്പന്നരായ കച്ചവടക്കാർ നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനയാണ് നഗരങ്ങൾ. കച്ചവടക്കാർ ജാതി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിരുന്നു. പശ്ചിമ ഇന്ത്യയിൽ അവരെ വിളിച്ചിരുന്നത് മഹാജൻ എന്നായിരുന്നു. അവരുടെ നേതാവ് സേട്ട് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദ പ്രാക്ടീസ് ഓഫ് സതി.
Bernier has provided a detailed description of sati. He noted that while some women embraced death cheerfully, others were forced to death. He also noticed the child sati, which a 12 years old young widow sacrificed. ബർണിയർ സതി അനുഷ്ഠാനത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ചില സ്ത്രീകൾ ധൈര്യപൂർവ്വം ചിതയിൽ ചാടി മരണം വരിക്കുമ്പോൾ മറ്റു ചിലരെ നിർബന്ധപൂർവ്വം മരണത്തിലേക്ക് തള്ളിയിടുന്നു. 12 വയസ്സ് മാത്രം പ്രായമായ വിധവയായ പെൺകുട്ടി സതി അനുഷ്ഠിക്കുന്നത് ബർണിയർ കണ്ടതായി വിവരിക്കുന്നുണ്ട്.